ഇറാനും ഇസ്രായേലും വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ്. ഖമനി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളുടെ പോക്കത്ര നല്ല രീതിക്കല്ല. അധികം വൈകാതെ തന്നെ ഒരു നേരിട്ടുള്ള വലിയ യുദ്ധം, ഒരു വലിയ രീതിയിലുള്ള യുദ്ധത്തിൻ്റെ എല്ലാ സാധ്യതകളും തുറക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 5 ഇസ്രായേലി സൈനിക താവളങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ നാശം വിതച്ചിരിക്കുകയാണ്. സാറ്റലൈറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്ത് റിപ്പോർട്ട് വന്നിരിക്കുന്നു. സൈനിക താവളങ്ങളിൽ പതിച്ചത് 6 റോക്കറ്റുകളാണ്. വ്യോമപ്രതിരോധത്തെ തകർത്ത് 36 മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു. പ്രതികരിക്കാതെ IDFും രംഗത്തുണ്ട്. അതായത് കഴിഞ്ഞ മാസം 12 ദിവസം നടന്ന യുദ്ധത്തിൽ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിൻ്റെ 5 സൈനിക താവളങ്ങൾ. സമീപകാലത്ത് ഇസ്രായേലിന് നേരിടേണ്ടി വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധമേഖലകളിലെ നാശനഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾ വഴി ട്രാക്ക് ചെയ്യുന്ന ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടെലിഗ്രാഫിന് ലഭിച്ച റഡാർ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ടെൽനോഫ് എയർബേസ്, ഗ്ലിലോട്ട് ഇൻ്റലിജൻസ് ബേസ്, സിപ്പോറിറ്റ് കവച ആയുധ നിർമ്മാണ കേന്ദ്രം എന്നിവയടക്കം ഇറാൻ ആക്രമിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളും ടെലിഗ്രാഫ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനാ താവളങ്ങളിലും മറ്റു അതീവ രഹസ്യ സ്ഥലങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം നേരത്തെ ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. സൈനിക താവളങ്ങളിൽ പതിച്ചതായി പറയപ്പെടുന്ന റോക്കറ്റുകൾക്ക് പുറമെ ഇസ്രായേലിൻ്റെയും US-ൻ്റെയും വ്യോമ പ്രതിരോധത്തെ തകർത്ത് 36 മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു. 28 പേർ കൊല്ലപ്പെടുകയും 240 കെട്ടിടങ്ങളിലായി 2305 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 2 സർവകലാശാലകളും ഒരു ആശുപത്രിയും ഉൾപ്പെടെ 13,000-ലധികം പേരാണ് തെരുവിലായത്. 12 ദിവസ യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. 1100 ഡ്രോണുകളും വിക്ഷേപിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും ബ്രിട്ടീഷ് മാധ്യമമായ ടെലഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതിൽ 28 പേർ കൊല്ലപ്പെടുകയും 2305 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 2 സർവകലാശാലകളും ഒരു ആശുപത്രിയും ഒക്കെ ഉൾപ്പെടുന്നു. 13,000-ലധികം ഇസ്രായേലികളാണ് ആക്രമണം മൂലം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും നിർബന്ധിതരായത്. ഇസ്രായേലിന് നേരെ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും അധികവും തടുക്കാനായി. 1100 ഡ്രോണുകൾ വിക്ഷേപിച്ചതിൽ 1 മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാൻ മിസൈലുകൾക്കായി എന്ന് പറയുന്നില്ല. അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇറാൻ ഉപകാരമാകുമെന്ന് കണ്ടാണ് ഇസ്രായേലിൻ്റെ നീക്കം. എന്നാൽ ടെലിഗ്രാഫ് റിപ്പോർട്ടിനോട് IDF ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഖമനിയെ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതും ഒരു ഖമനിയെ മരിച്ചു എന്ന രീതിയിലൊക്കെ ആയിരുന്നല്ലോ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഖമനി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇറാൻ കൂടുതൽ ശക്തമാകുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇറാൻ ശക്തമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ പുറപ്പാടിലേക്കാണ്. ഇതിനകത്ത് നമുക്കൊരു ട്രിക്ക് കൂടെ ഉണ്ട് ഇസ്രായേലിൻ്റെ, അതുകൂടെ നോക്കാം. അതായത് ഇസ്രായേൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കുകയാണ്. ഈ അയൺ ഡോമോ താടോ ഒന്നും പരാജയപ്പെടുന്നതൊന്നും അല്ല. ഈ മിസൈലുകൾ റോക്കറ്റുകളൊക്കെ പതിക്കാൻ അനുവദിക്കുന്നതാണ്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ എവിടെ ആക്രമണം ഉണ്ടായി ആ ആക്രമണത്തിന് തിരിച്ച് ആക്രമിക്കുന്നു, ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ട് അതിവിപുലമായ രീതിയിൽ ഇറാനെ അടിക്കാൻ പോവുകയാണ് ഇസ്രായേൽ. അതിൻ്റെ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ പറയുന്ന ഇറാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രായേൽ കൃത്യമായി അടിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അതായത് പിന്നോട്ടായുന്നത് മുന്നോട്ട് കുതിക്കാനാണെന്ന് പറയുമല്ലോ, അതേ രീതിയാണ്. തങ്ങളെ ആക്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് അത് കാരണമാക്കി വെച്ച് തിരിച്ചറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു മോഡിലേക്കാണ് ഈ പറയുന്ന ഇസ്രായേൽ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ഒരു സമാധാന അന്തരീക്ഷമാണ് വേണ്ടത്. കാരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കണം, അതിൻ്റെ ഒരു തടസ്സമായിട്ട് ഇസ്രായേൽ മാറുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആക്രമണം രൂക്ഷമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇറാനെ തന്നെയാണ്. എന്നിട്ടും ഇറാൻ ഇത് ചെയ്യുന്നത് ഇസ്രായേലിനോടുള്ള പൂർണ്ണമായ വൈരം കൊണ്ടാണ്. അവർക്ക് ഇസ്രായേൽ വിരുദ്ധതയുണ്ടല്ലോ, ആ ഇസ്രായേൽ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണമല്ലേ, ഇല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തില്ലല്ലോ, ഇങ്ങനെ റാൻഡമായിട്ട് അയക്കുന്നതല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യം കണ്ടെത്തി അവിടേക്ക് തന്നെ അടിക്കുക എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ ഇറാൻ പിന്തുടരുന്നത്. അങ്ങനെ ഇറാൻ്റെ ഒരു രീതിയുണ്ട്. എന്തിനാണ് ഈ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം കൂടെ ചേർത്ത് വായിച്ചാൽ അറിയാൻ കഴിയും. അതായത് ഇസ്രയേലും നാളെ ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയിൽ ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ട്.
അപ്പോൾ ഈ പറയുന്ന പല പ്രശ്നങ്ങൾ, വിവിധ പ്രശ്നങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹമാസുമായിട്ടുള്ള വെടിനിർത്തലാണ്. 60 ദിവസത്തെ വെടിനിർത്തലിന് ട്രംപ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെടിനിർത്തലിലേക്ക് പോകാനായിട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ഇറാനെ ഇനി ആക്രമിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ട്രംപിൻ്റെ വായിൽ നിന്ന് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. കാരണം ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും ഒരു അറ്റാക്ക് വീണ്ടും നടന്ന ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും എന്നൊരു ഘട്ടം വരുമല്ലോ. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇതിനെ ആക്രമിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് ട്രംപ് പറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊതുവേദിയിൽ പരമോന്നത നേതാവ് ഖമേനി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പള്ളിക്കുള്ളിൽ മുഹറത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിലാണ് ഖമേനി പങ്കെടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ പരമോന്നത നേതാവ് ഇതിൽ പങ്കെടുത്തത് കറുത്ത വസ്ത്രമണിഞ്ഞാണ്. ജനം ആർത്ത് വിളിച്ചിരിക്കുകയാണ്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമേനി ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു മതചടങ്ങിലൂടെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ ഈ വീഡിയോ പുറത്തുവിട്ടു. പള്ളിക്കുള്ളിൽ മുഹറത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ ഖാംനായി പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നത്. കറുത്ത വസ്ത്രമണിഞ്ഞ് 86-കാരനായ ഖമേനി പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യുദ്ധാനന്തരം ഇറാൻ ജനതയ്ക്ക് ആത്മവീര്യം പകരാനാണ് ഖമേനി പള്ളി പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് സൂചനകൾ. അതായത് ടെഹ്റാനിലെ ഇമാം ഖാമേനി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. 1989 മുതൽ ഇറാൻ്റെ പരമോന്നത നേതാവായ ഖാമേനിയുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം പൊതുവേദിയിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഹുസൈൻ ഇബ്ൻ അലിയുടെ ഓർമ്മ ദിവസത്തിൽ കൂടിയ വിശ്വാസികളെയാണ് ഖമേനി അഭിവാദ്യം ചെയ്തത്. ഖമേനി എത്തിയെന്നും പ്രാർത്ഥനകളും ആർപ്പുവിളികളും മുഴങ്ങി കൈയുയർത്തി ശാന്തരാകാൻ ജനങ്ങളോട് പറയുന്ന ഖമേനിയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഖമേനി വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഖമേനിക്ക് ഒരു അജണ്ട ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോക്കൊക്കെ വെച്ച കഥയൊക്കെ നമുക്കറിയാം. ക്ലോക്ക് വെച്ചിട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലോക്ക് വെച്ചിരിക്കുന്നത്. 2040 ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയൊക്കെ ആയിരുന്നു കിട്ടിയത്. ഖമേനിയുടെ ഒരു നിലപാടുണ്ട്, ആരുടെയും മുമ്പിൽ മുട്ടുപടക്കില്ല, തങ്ങൾ എന്ത് ചെയ്തിട്ടായാലും പിടിച്ചിരിക്കും, ആണവായുധം ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെയുള്ളവർ. പക്ഷേ ഈ ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്ന നിഴൽ യുദ്ധമാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ തമ്മിൽ നേരിട്ടുള്ള അടിയാണ് നടത്തുന്നത്. അതായത് ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇറാൻ ഇവരെ അടിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിനെ അമേരിക്കയും. പക്ഷേ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നേരിട്ട് യുദ്ധം ഉണ്ടായതിൻ്റെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ഓർഗനൈസേഷൻ വേണ്ട, ഞങ്ങൾ നേരിട്ടങ്ങ് അടിച്ചോളാം എന്നുള്ള ഒരു നിലപാടെടുത്ത് അങ്ങനെ എങ്ങനെ ആക്രമിക്കുമെന്നുള്ള ഒരു പദ്ധതിയാണ് ഖമേനി നടത്തിയത്. ഖമേനിക്ക് മറ്റൊരു നിലപാട് കൂടിയുണ്ട്. അതായത് മതപരമായ ഒരു വെറുപ്പുണ്ട് ഇസ്രായേലിനോട് ഖമേനിക്ക്. ആ വെറുപ്പാണ് ഇപ്പോൾ ഖമേനി ഇസ്രായേലിൻ്റെ നാശത്തിന് വേണ്ടി കൊതിക്കുന്നത്. ഒരു ഷിയ രാജ്യമായിട്ടും ഹമാസിനെ, അതായത് സുന്നികളുള്ള ഗാസയിൽ പിന്തുണയ്ക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ഇസ്രായേലിനെ തീർക്കുക എന്നുള്ളതാണ്. സുന്നികളെ പിന്നെ തീർക്കാം, അതിനു മുമ്പ് ഈ പറയുന്ന ജൂതന്മാരെ തീർക്കണമല്ലോ, അതായിരുന്നു ഖമേനിയുടെ ലക്ഷ്യം. അപ്പോൾ ഖമേനി ഇപ്പോൾ ആവേശം കൊടുത്തൊക്കെ നിൽക്കുന്നത് ഈ പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അവിടെ ഈ ഖമേനിയുടെ ഭരണം അവസാനിക്കണമെന്നും അവിടെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഒരു സാധാരണ രാജ്യമായിട്ട് നിലനിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന മതം അടിച്ചേൽപ്പിച്ചുകൊണ്ടൊക്കെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഈ ഭരണം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം വലിയ തോതിൽ ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കുന്നുണ്ട്. അപ്പോൾ വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള ലക്ഷണമുണ്ട്. ഒരു പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയതിനെ അതുകൊണ്ട് തന്നെ അമേരിക്ക അടിക്കണ്ട എന്ന് പറയാനുള്ള ഒരു സാധ്യതയില്ല. ഇസ്രായേൽ മാരകമായിട്ടുള്ള തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.